മുഖ്യമന്ത്രിക്കായി കെ.സിക്കുള്ള പിന്തുണ തള്ളാതെ സന്ദീപ് വാര്യർ. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ള പട്ടികയുടെ ചിത്രം പുറത്തുവന്നത് കണ്ടിട്ടില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂരിൽ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സർവേകളിലൊന്നും UDF അനുകൂലമായിരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ സർവേകളിൽ കേരളവും UDF അനുകൂലമായിരുന്നില്ലല്ലോ പലതിലും. ഒരുപക്ഷെ നിങ്ങളാരും ഇത്ര വലിയൊരു ഭൂരിപക്ഷം പ്രഡിക്റ്റ് ചെയ്തിട്ടുമില്ല. ഈവൻ നിങ്ങളുടെ പ്രീ പോളിന് ശേഷവും അല്ല എക്സിറ്റ് പോളിനൊക്കെ ശേഷവും നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവിടെ നെക്ക് ടു നെക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ വീണ്ടും തുടർഭരണം ഉണ്ടായിരിക്കുമെന്നൊക്കെയായിരുന്നു പല തരത്തിലുള്ള പ്രതികരണങ്ങൾ. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളെപ്പോലെ ഞങ്ങളും ജനങ്ങൾക്കിടയിൽ താഴെ തലത്തിൽ പ്രവർത്തിക്കുന്നവരും അവരുമായിട്ട് അഭിമുഖീകരിക്കുന്നവരൊക്കെയാണ്. ജനങ്ങളുടെ പൾസ് നമുക്ക് മനസ്സിലാകും. തൃക്കരിപ്പൂരിൽ അതൊരു ഇടത് കോട്ടയാണെന്നുള്ളതൊരു വ്യാജ നറേറ്റീവാണ്, ഒരു ഫേക്ക് നറേറ്റീവാണെന്നുള്ളത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു. ആ നറേറ്റീവ് പൊളിക്കാൻ സാധിക്കും, അത് പൊളിക്കും എന്ന് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ആ മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് ആ മണ്ഡലമാണ് മത്സരിക്കാൻ വേണ്ടി പാർട്ടി അനുവദിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ അനലൈസ് നടത്തി ഒരു ഡാറ്റ മൈനിങ് നടത്തിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. വളരെ കുറച്ച് സമയമാണ് കിട്ടിയിരുന്നെങ്കിൽ പോലും അത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ മൈക്രോ ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രാറ്റജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുന്ന, UDF ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കള്ളവോട്ടുകളുടെ ഒരു പ്രളയം തന്നെ മറുവശത്തുണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ട് കൂടിയിട്ടാണ് ഞങ്ങൾ വിജയം നേടിയത്. ആർക്കാണ് പിന്തുണ എന്നത് പുറത്തു പറയാനില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാരോട് അഭിപ്രായം ചോദിച്ചാണ് തീരുമാനമെടുക്കുകയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തനിക്ക് മുസ്ലിം ലീഗിനോടും പാണക്കാട് കുടുംബത്തോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മാത്യു കുഴൽനാടന്റെ ലീഗിനെതിരായ പ്രസ്താവന കണ്ടിട്ടില്ല. അറ്റവും മൂലയും മുറിച്ചെടുത്ത മാധ്യമങ്ങൾ വാർത്ത നൽകാറുണ്ട്. അതുകണ്ട് ചിലർക്ക് വിഷമം തോന്നിയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ ഫ്ലെക്സ് ഉയർത്തുന്നതും പ്രകടനവുമെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത് പരിധി കടക്കരുത്. വാരണാസിയിൽ മോദി വിയർത്ത് ജയിച്ചതുപോലെയാണ് ധർമ്മടത്ത് പിണറായിയും ജയിച്ചതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.